അമേരിക്കയിൽ ഒരിക്കൽ നടന്ന അതിക്രൂരമായ ബലാത്സംഗത്തിൽ ചില സ്ത്രീകൾ ഗർഭിണികളായി. പലരും അത് അബോർട്ട് ചെയ്തു. പക്ഷേ ഒരു സ്ത്രീ മാത്രം ധൈര്യത്തോടെ പറഞ്ഞു, ഇത് ദൈവം എനിക്ക് നൽകിയ പരീക്ഷണമാണെങ്കിൽ ഞാൻ ഈ കുട്ടിയെ പ്രസവിക്കും, ഈ കുട്ടിയെ വളർത്തും. ആ കുഞ്ഞാണ് ബെൻ ഹൂപ്പർ. അവൻ വളർന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഒരു ചോദ്യം മാത്രമായിരുന്നു: നിന്റെ അച്ഛൻ ആരാണ്? അവനതിന് ഉത്തരമുണ്ടായിരുന്നില്ല. അച്ഛൻ ആരാണെന്ന് മാത്രമല്ല, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. ആ ചോദ്യം അവൻ്റെ മനസ്സിൽ വലിയൊരു മുറിവായി മാറി. അവൻ ആളുകളെ ഒഴിവാക്കി. സാമൂഹിക ജീവിതത്തിൽ നിന്നും അവൻ അകന്നു. മാർക്കറ്റിൽ പോയാൽ പോലും ആരെങ്കിലും പറയും, ഈ കുട്ടിക്ക് അവൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല എന്ന്. അങ്ങനെയുള്ള ഓരോ വാക്കുകളും അവൻ്റെ ആ പിഞ്ചു മനസ്സിനെ തകർത്തു. ആ സമയത്ത് നഗരത്തിലെ പള്ളിയിൽ പുതിയതായി ഒരു പ്രീസ്റ്റ് വന്നു. എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന സമയത്ത് മനസ്സിന് ആശ്വാസം ലഭിക്കുമെന്നാണ്. ബെന്നിനോട് സ്നേഹമുള്ള ചിലർ പറഞ്ഞു, നീ പോയി ആ അച്ഛൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കണം, ചിലപ്പോൾ അത് നിന്റെ ജീവിതം മാറ്റിയേക്കാം. അങ്ങനെ അന്നു മുതൽ ബെൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. എപ്പോഴും വൈകിയാണ് ബെൻ പള്ളിയിലെത്തുക. അവസാന നിരയിലിരിക്കും. പ്രസംഗം തീരുന്നതിന് തൊട്ടു മുമ്പ് ആരും കാണാതെ മടങ്ങിപ്പോകും. ഒരു ദിവസം പ്രസംഗത്തിൽ മുഴുകിയ ബെൻ എഴുന്നേറ്റ് പോകാൻ മറന്നുപോയി. ആൾക്കൂട്ടത്തിനിടയിലൂടെ വേഗം പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ബെന്നിന്റെ ചുമലിൽ ഒരു സ്നേഹസ്പർശം അവൻ അനുഭവപ്പെട്ടു. അവൻ തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമായിരുന്നില്ല, പ്രീസ്റ്റായിരുന്നു. അദ്ദേഹം അവനോട് ചോദിച്ചു, കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ഞാൻ നിന്നെ കാണുന്നു, നീ ആരുടെ മകനാണ്? അവൻ ഏറ്റവും ഭയപ്പെട്ട ചോദ്യം. ബെന്നിന്റെ മുഖമൊന്ന് ചുരുങ്ങി. ചുറ്റിനും ആളുകൾ പിറുപിറുക്കാൻ തുടങ്ങി. അവൻ അറിയില്ല അവൻ്റെ അച്ഛൻ ആരാണെന്ന്. ആ നിമിഷം പ്രീസ്റ്റിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. അദ്ദേഹത്തിന്റെ മുഖഭാവം പെട്ടെന്ന് മാറി. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം നീ ആരുടെ മകനാണെന്ന്. ഇത് കേട്ട് ബെന്നൊന്നും നടുങ്ങി. എൻ്റെ അമ്മയ്ക്ക് പോലും എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല, പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യനെ അറിയാൻ സാധിക്കുക? പ്രീസ്റ്റ് ബെന്നിന്റെ തോളിൽ ഇരു കൈകളും വെച്ച് അവന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, ഇവിടെ കൂടി നിൽക്കുന്നവർക്ക് അറിയാവുന്നത് അവരുടെ ഭൂമിയിലെ അച്ഛനെ മാത്രമാണ്. പക്ഷേ നീ ഭാഗ്യവാനാണ്. നിനക്ക് നിന്റെ ഭൂമിയിലെ അച്ഛനെ അറിയില്ല. അതുകൊണ്ട് നീ ജീവിക്കേണ്ടത് ദൈവത്തിന്റെ മകനായാണ്. നീ ദൈവത്തിന്റെ കുഞ്ഞാണ്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല, അത് വലിയൊരു അവകാശമാണ്. അതുകൊണ്ട് ആ അവകാശത്തിന് അർഹമായ രീതിയിൽ നീ ജീവിക്കണം. നീ പോയിട്ട് ദൈവത്തിന്റെ മകനെന്ന തിരിച്ചറിവോടെ ജീവിതം മുഴുവൻ മുന്നോട്ട് ജീവിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് പ്രീസ്റ്റ് നടന്നുപോയി. 30 വർഷങ്ങൾക്ക് ശേഷം ബെൻ ഹൂപ്പർ അമേരിക്കയിലെ ടെന്നീസിന്റെ ഗവർണറായി. സത്യപ്രതിജ്ഞാ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വളരെ മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ നിയോഗം വലുതാണെന്ന്. ദൈവത്തിന്റെ മകനായി ജീവിക്കാൻ അർഹമായ ജീവിതം ജീവിക്കൂ എന്ന് പറഞ്ഞ പ്രീസ്റ്റിന്റെ വാക്കുകളാണ് എൻ്റെ ജീവിതത്തിന്റെ ദിശ മാറ്റിയത്. എവിടെ ആയാലും, ഏത് ഭൂമിശാസ്ത്രത്തിലായാലും, ഏത് സാഹചര്യത്തിലായാലും ദൈവത്തിന്റെ സൃഷ്ടിയായി ആ അവകാശത്തിന് അർഹമായ ജീവിതം ജീവിക്കണം. അതാണ് യഥാർത്ഥ ശക്തി, അതാണ് യഥാർത്ഥ ഊർജം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.